SIR-ലെ രണ്ടാം ഘട്ടത്തിലെ ഹിയറിംഗിൽ പ്രവാസികൾ ആശങ്കയിൽ. ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണമെന്നും രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഹിയറിംഗ് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ പലർക്കും ഹാജരാകാൻ സാധിക്കില്ല. ഓൺലൈൻ ഹിയറിംഗ് വേണമെന്ന് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജർ അറാഫത്ത് പറഞ്ഞു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നവർക്ക് എങ്ങനെയാണ് നേരിട്ട് ഹാജരാവാൻ പറ്റുക? അതുപോലെ തന്നെ ഒരു കുടുംബം പുലർത്തുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നവർക്ക് എങ്ങനെയാണ് നേരിട്ട് ഹാജരാവാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ഇവർക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റാതെ വരുമ്പോൾ അവർ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. BJPയുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഇടൻ അജണ്ടയുണ്ട്. ആ അജണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ആ ഇടൻ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ആരാ? പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പൗരത്വ ബില്ല് നടപ്പിലാക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഉടനടി ഈ വിഷയത്തിൽ ഇടപെടണം. ഇടപെട്ടില്ല എങ്കിൽ ഒത്തിരി പേര് ഫൈനൽ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ ഫൈനൽ ലിസ്റ്റിലേക്ക് പുറത്തു പോയാൽ അവരെല്ലാം ഈ പൗരത്വ ബില്ല് നടപ്പിലാക്കേണ്ട ഭാഗമായി അവർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. അതേസമയം SIR-ന്റെ ഭാഗമായുള്ള ഹിയറിംഗ് നടപടികൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC പ്രസിഡന്റ് കത്ത് നൽകി. BLOമാർ തന്നെ രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടപടികൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ആളുകളെ ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാ ആരോപിച്ചു. പട്ടികയിലില്ലാത്തവരെ കണ്ടെത്തി വിശദാംശങ്ങൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവാദം നൽകണമെന്ന് CPIM-ഉം ആവശ്യപ്പെട്ടു. VS രഞ്ജിത്തും സുനിഷ അയ്യലൂരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, പ്രവാസികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? അതിനവർക്ക് ഏതെങ്കിലും പരിഹാര നിർദ്ദേശങ്ങളുമുണ്ടോ കമ്മീഷന് മുന്നിൽ വയ്ക്കാൻ? സുജയ്, തീർച്ചയായിട്ടും ഈ SIR നടപടിയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അപേക്ഷ പൂരിപ്പിച്ച് നൽകിയതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുള്ളവർക്കാണ് ഹിയറിംഗിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് 3 തരത്തിൽ ഡേറ്റ് ഓഫ് ബർത്തുകൾ 87 മുൻപ്, 87 6 മാസത്തിന് മുൻപ്, അതുപോലെ 2024 മുൻപ്, അങ്ങനെയുള്ള കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാറ്റഗറി ഉള്ളവർക്കും വ്യത്യസ്തമായിട്ടുള്ള രേഖകൾ സഹിതമാണ് ഹിയറിംഗിന് വേണ്ടി ഹാജരാവേണ്ടത്. അതും സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള രേഖകൾ വേണമെന്ന് പറയുന്നു. അങ്ങനെയാവുമ്പോൾ വിദേശത്ത് പഠിക്കുകയോ വിദേശത്ത് ജോലി ചെയ്യുകയോ ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ളവർക്ക് നേരിട്ട് ഹാജരാകേണ്ടി വരും. അങ്ങനെ നേരിട്ട് ഹാജരാവേണ്ടി വന്നാൽ അവർക്ക് ഈ ജോലിയിൽ അവധിയെല്ലാം കാരണം ഹാജരാകാതെ പോകുന്ന ഘട്ടത്തിൽ അവർ ഈ SIR പട്ടികയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശങ്ക. അതുകൊണ്ട് തന്നെ ഈ ഹിയറിംഗ് ഓൺലൈൻ ആക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഹിയറിംഗ് ഇവരുടെ പാസ്പോർട്ട് രേഖകളൊക്കെ വെരിഫൈ ചെയ്ത് BLOമാർ നേരിട്ട് നടത്തുക, നേരിട്ട് ഹിയറിംഗിന് ഹാജരാവണം എന്നുള്ള വ്യവസ്ഥ ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത്. ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജർ അറാഫത്ത് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് VS രഞ്ജിത്താണ്. സുനിഷ അയ്യലൂർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. സുനിഷ അയ്യലൂർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? രണ്ടാം ഘട്ട ഹിയറിംഗിലേക്ക് കടക്കുമ്പോൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണോ കമ്മീഷന്? സുജയ, എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിലും ഈ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ SIR മാപ്പിംഗ് നടത്താനാകാത്ത 19 ലക്ഷത്തോളം പേരാണുള്ളത്. ആ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കപ്പെടുന്ന ആളുകൾ, അതായത് ഹിയറിംഗിന് എത്താൻ കഴിയാത്ത, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വിദേശത്തടക്കമുള്ള ആളുകളുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കേണ്ടതുണ്ട്. അതായത് ഒന്നുകിൽ ഒരു BLOമാർ തന്നെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഹിയറിംഗ് നടപടികൾ ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓൺലൈനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആവശ്യം തന്നെയാണ്. അങ്ങനെ ഹിയറിംഗ് പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് KPCCയുടെ നേതൃത്വത്തിൽ ഇന്ന് CEO കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നോൺ മാപ്പിംഗ് ലിസ്റ്റിലെ വിവരങ്ങൾ BLOക്ക് നൽകാൻ ബൂത്ത് ഏജന്റുമാരെ അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് CPM ഇന്ന് യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് രേഖകൾ നൽകാൻ വേണ്ട സമയം നൽകിയില്ല എങ്കിൽ പ്രതിഷേധം ഉയർത്തുമെന്നുള്ളതാണ് ലീഗ് പ്രതിനിധി യോഗത്തിൽ പറഞ്ഞത്. കാരണം നിലവിൽ ഇപ്പോൾ കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ വലിയൊരു ആശങ്കയിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമയം നീട്ടി നൽകണമെന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഓൺലൈനായി മാറ്റുന്നതോ അല്ലെങ്കിൽ BLOമാർ നേരിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം നേരിട്ട് ഹാജരാകണം എന്നാണ് കമ്മീഷൻ പറയുന്നത്. അതിനാണ് ഇപ്പോൾ അസൗകര്യം അറിയിക്കുന്നത്. പരിഹാരമുണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സുനിഷ അയ്യലൂർ.